തെങ്ങുകൾ അനധികൃതമായി മുറിച്ചുമാറ്റിയെന്നാരോപിച്ച ആലപ്പുഴ ചെത്തിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നു. റവന്യൂ പുറമ്പോക്കിലെ തെങ്ങുകളാണ് മുറിച്ചുമാറ്റിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തടി കൊണ്ടുപോകാനെത്തിയ 2 ലോറികൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മരമുറിക്ക് പിന്നിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നാണ് ആരോപണം. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് വിവരങ്ങൾ? മനീഷ്, റിജിത്ത്, ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ഈ വെട്ടം പോയ സമയത്താണ് അവിടെ ആളുകൾ എത്തി മരങ്ങൾ മുറിച്ചത്. സ്വകാര്യ വ്യക്തിയാണ് മരങ്ങൾ മുറിച്ചതെന്നാണ് അറിയുന്നത്. 27 തെങ്ങുകൾ മുറിച്ചു മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ചെത്തി കടപ്പുറത്താണ് ഈ സംഭവം. കാറ്റാടി എന്ന സ്ഥലത്താണ് ഈ സംഭവം. മാരാരിക്കുളം പഞ്ചായത്ത് 8ാം വാർഡിലാണ്. 27 തെങ്ങുകൾ മുറിച്ചു മാറ്റി 2 ലോറികളിലാക്കി കൊണ്ടുപോകുന്ന സമയത്താണ് നാട്ടുകാർ അവിടെ എത്തി പ്രതിഷേധിച്ചത്. ഈ വാഹനം തടഞ്ഞു. പിന്നീട് അവിടെ അർത്തുങ്കൽ പോലീസ് സ്ഥലത്തെത്തി. ഇത് റവന്യൂ പുറമ്പോക്കിൽ, അതായത് സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണ്, തെങ്ങുകളാണ് അനധികൃതമായി മുറിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ വിഷയത്തിൽ നാട്ടുകാർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി ഈ 2 ലോറികളും പോലീസ് പിടിച്ചെടുത്തു. ഒപ്പം തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഈ ലോറി ഡ്രൈവറെയും മരം മുറിക്കാൻ എത്തിയ ആളുകളെയും കസ്റ്റഡിയിലെടുത്തു. നിലവിൽ നാട്ടുകാരും പ്രതിഷേധിക്കുന്ന ആളുകളും പറയുന്നത് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റിന്റെ ഒത്താശയോട് കൂടിയാണ് ഈ തെങ്ങുകൾ മുറിക്കുന്നതെന്നാണ്. CPIM ഭരിക്കുന്ന പഞ്ചായത്താണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത്. ഇവിടെയാണ് തീരദേശ മേഖലയിലെ 27 തെങ്ങുകൾ അനധികൃതമായി സർക്കാർ ഭൂമിയിലെ മുറിച്ചെന്ന ആരോപണത്തിൽ വലിയ പ്രതിഷേധം തുടരുന്നത്. ഇതിൽ മുറിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിലവിൽ ഇപ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. അവിടെ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. റീജിത്ത്. ശരി, മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കമന്റ് ബോക്സിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ, അദ്ദേഹം ലക്ഷദ്വീപിൽ നിന്നാണ് സന്ദേശം അയക്കുന്നത്. ലക്ഷദ്വീപിലെ കൂടുതൽ വിവരങ്ങൾ, കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൂടെ, അവിടെ ഒരു ബ്യൂറോ തുടങ്ങിക്കൂടെ എന്നുള്ള നിർദ്ദേശമൊക്കെ ഷുക്കൂർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.